ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ D3 ലൈഫ് എന്ന കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമുക്കിന്ന് കുഞ്ഞു വീഡിയോ ചെയ്താലോ? കുറച്ച് കുഞ്ഞ് കക്കാർച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഉലർത്തിയൊന്ന് നോക്കിയാലോ? അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമേ. അപ്പം നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ കക്കറച്ചി കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കക്കറച്ചിക്ക് മേടിക്കാറുണ്ട്. ചെറിയൊരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കക്കാർച്ചി ഞാനിങ്ങനെ കഴുകി ഈ പച്ച പാത്രത്തിലിട്ട് തോരാൻ വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് ഇങ്ങനെ അരിച്ചിങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ കൊട്ടി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മണൽത്തിരികളെല്ലാം പോയി കിട്ടും. പിന്നെ ഒരു 3-4 തവണ കഴുകി ഞാൻ ഈ അരിപ്പ പാത്രത്തിൽ തന്നെ തോരാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തോർന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് പൊടികൾ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഞാൻ ഈ ഇറച്ചി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടുമ്പോൾ ഞാൻ അടുപ്പത്താണ് തയ്യാറാക്കുന്നത്. അടുപ്പിലാകുമ്പോഴത്തേക്ക് അത് നല്ല ഉലർന്നുണർന്ന് കുറേ നേരം, ഇപ്പം ഗ്യാസും ഒത്തിരി ചിലവാകത്തില്ല, ഒത്തിരി വിറകുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുപ്പത്താണ് റെഡിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാനൊക്കെ വയ്ക്കുവാണ്. പാൻ വെച്ച് നമ്മൾ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി അതിനകത്തോട്ട് വഴറ്റുന്ന സമയത്ത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കും. അപ്പം അതിൻ്റെ കൂടെ ഒരു 2-3 ഉലുവ ചേർക്കാറുണ്ട്, പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി. ഞാൻ ഇറച്ചിയൊക്കെ സംഭവങ്ങൾ വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ടിപ്പാട്ടോ, കുറച്ച് ഉലുവ ചേർക്കുവാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്താണ് ബാക്കി മസാലപ്പൊടികൾ, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മൾ പിന്നെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ വീറ്റ് മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കും. വഴറ്റി വന്നതിന് ശേഷമാണ്, ഒന്ന് സെറ്റായി വന്നതിന് ശേഷമാണ് വീണ്ടും നമ്മൾ കക്കാർച്ചി അതിലേക്ക് ഇടുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചോളൂ, പിന്നെ വണ്ടി വരുമ്പോഴത്തേക്ക് ഓയിൽ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണേ. അപ്പോഴത്തേക്കും കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. കുരുമുളക് പൊടി ഒന്ന് വഴറ്റി വരുന്ന സമയത്താണ് കുരുമുളക് പൊടി ഇടുക കേട്ടോ. നമ്മുടെ കക്കാർച്ചി നല്ല വെള്ളമൊക്കെ തുറന്ന് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ആ കക്കാർച്ചി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ഒരു ചുമപ്പ് പാത്രം ഇവിടെ ഇരിക്കുന്നുണ്ടോ? അതാണ് എൻ്റെ മസാല പാത്രങ്ങൾ. ഇതിനകത്തേക്ക് കക്കാർച്ചി ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇത് ഹർഷൂട്ടിനായിട്ടോ ഇളക്കാൻ വന്നത്, ഞാൻ ഓടിച്ചു. എന്നിട്ട് പിന്നെ ഇളക്കി ഒന്ന് ആ പച്ചമയം മാറി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വഴണ്ട് വരും. ആ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. നിറമൊക്കെ ഒന്ന് മാറുന്ന ഒരു ബ്രൗൺ കളർ, ഒരു ബ്ലാക്ക് കളറിലേക്ക് പോകും. നന്നായിട്ട് വഴണ്ടതിനൊരു ഉദാഹരണം കേട്ടോ. നമ്മൾ ഈ വെളുത്തുള്ളിയും കരിവേപ്പിലയും ഇതെല്ലാം ഇതിനകത്ത് നിന്ന് കിടന്ന് സെറ്റായി വരുമ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒരു കഷ്ണം വിറകെടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. ഇത്രയൊന്ന് വഴറ്റി ഇതിപ്പം നല്ല സെറ്റ് പരുവത്തിലായി. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ അരച്ച് കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്താൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എൻ്റേതായ രീതി നിങ്ങളിലേക്ക് ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഈ വീഡിയോ ചെയ്ത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ അറിയിക്കണം. പിന്നെ ഞങ്ങളുടെ പുതിയൊരു ചാനലല്ലേ, അപ്പോൾ മാക്സിമം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയുള്ള ലോങ് വീഡിയോ ഒക്കെ ഞാൻ ഒത്തിരി എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റേതായ രീതിയിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയും ഡാൻസ് കളിക്കുന്നതും തരിപ്പുഴയുടെ കുറച്ച് കളികളും അങ്ങനെയുള്ള വീഡിയോ ഉൾപ്പെടുത്തിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് കക്കാർച്ചി കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഒന്ന് ചെയ്തേക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയിരിക്കുന്നത്, അങ്ങോട്ടും അഷൂട്ടനൊക്കെ കൊണ്ടുപോയിരിക്കുന്ന കക്കാർച്ചിയാണ്. കക്കാർച്ചി പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ വൈകിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ വയറിനൊരു പ്രോബ്ലം ചിലർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി നല്ല ചവച്ചരച്ച് നന്നായിട്ട് കഴിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. Bye. Thank you.